മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ ആദ്യഘട്ട താക്കോൽദാനം ഇന്ന് നടക്കും. 51 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കും. പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് നിന്ന് മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, വളരെ സന്തോഷം നൽകുന്ന നിമിഷമാണ് വയനാടിനെ സംബന്ധിച്ച്. കാരണം അവിടെ ദുരന്തത്തിനിരയായവർക്ക് വീടുകൾ ലഭിക്കുകയാണ്. അങ്ങനെ ഇന്ന് തന്നെ ആ വീടുകളിൽ താമസം തുടങ്ങാൻ അവർക്ക് സാധിക്കുന്ന രീതിയിലാണോ ഇന്നത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്? നഫൽ, നമ്മളിപ്പോഴുള്ളത് മുസ്ലിം ലീഗിന്റെ സ്നേഹഭവനങ്ങൾ മുണ്ടക്കൈ ദുരിതവാസികൾക്ക് അവർ നൽകുന്ന വീടുകളുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് 51 വീടുകൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം വൈകിട്ട് നൽകാനിരിക്കുന്ന ഈ ടൗൺഷിപ്പിലാണുള്ളത്. സ്നേഹഭവനങ്ങൾ എന്ന പേരാണ് അവർ ഇട്ടിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതോടൊപ്പം തന്നെ വയനാട് MPയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെയുണ്ട്. ഏറെക്കുറെ അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഉദ്ഘാടനം നടത്തി പക്ഷേ കുറച്ചുകൂടി പണികളൊക്കെ മറ്റുമൊക്കെ ബാക്കിയുണ്ടാവും. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടെ നൽകുന്ന വീടുകൾ എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലാം പൂർണ്ണമായി തന്നെ, അതായത് വീടുകൾ അവർക്ക് ഇന്ന് താക്കോൽ കിട്ടിയാൽ ഇന്ന് തന്നെ ഒരു പക്ഷേ താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ശരിക്കും വീടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് വീടിൻ്റെ വീട്ടിലേക്ക് നോക്കാം. ഇവിടെയൊക്കെ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെയും ഒരു ഒഴുക്കാണ്. കാരണം അവരുടെ വലിയൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് കാണാൻ വേണ്ടി പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. വീടിൻ്റെ ഇതാണ് വീടുകൾ ഇപ്പോൾ വീടുകളുടെ പൂർത്തീകരണം മാത്രമല്ല, വീട്ടിലേക്കുള്ള ഫർണിച്ചറെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ താമസിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തുള്ള കസേരകൾ, അതോടൊപ്പം തന്നെ അകത്ത് അതിൻ്റെ ഫർണിച്ചർ, ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള സോഫ സെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഫർണിച്ചറുകളും കൂടി വെച്ച് അതിൻ്റെ ഏറ്റവും അവസാനം ഇവിടെ ഒരു KMCC ടീം ക്ലോക്കുമായി എത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടെ കാരണം ക്ലോക്ക് ഉൾപ്പെടെ ഇട്ടാണ് അവിടെ ഇത് കൈമാറ്റം നടത്തുന്നത്. ഇപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ബെഡും കട്ടിലും ബെഡും അതോടൊപ്പം തന്നെ അലമാര ഉൾപ്പെടെ എല്ലാം സജ്ജീകരിച്ച് പൂർത്തീകരിച്ച്, അതായത് ഇന്ന് താക്കോൽ കൈമാറ്റം നടക്കുമ്പോൾ അവർക്ക് കൃത്യമായി തന്നെ ഇന്ന് വേണമെങ്കിൽ കയറി താമസിക്കാൻ കഴിയുന്ന രീതിയിൽ അടുക്കളയിലേക്കുള്ള കുറച്ച് ഉപകരണങ്ങൾ ഉൾപ്പെടെ ആണ് മുസ്ലിം ലീഗ് കൈമാറുന്നത്. ആർത്ഥത്തിലൊരു സംസ്ഥാനത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന, സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെയും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഭവന പദ്ധതി. നമുക്ക് ബാത്റൂമൊക്കെ നോക്കുമ്പോൾ വളരെ നല്ല നിലവാരമുള്ള ടൈലുകളും മറ്റു ഉപകരണങ്ങളൊക്കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഒരു പദ്ധതി ആദ്യഘട്ടത്തിൽ നമുക്കറിയാം 2024 ജൂലൈ 30 ആ ദുരന്തമുണ്ടാകുമ്പോൾ കേരളം മുഴുവൻ ഓടിയെത്തിയതാണ്. അവരെ കൈത്താങ്ങായി ഉണ്ടാകുമെന്ന് എല്ലാ രാഷ്ട്രീയങ്ങളും പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അതിൻ്റെ 100 വീടുകളെന്ന ഇത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. ചെറിയ ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഭൂമി കിട്ടുമെന്നുണ്ടായിരുന്നു. അതേസമയം അത് പിന്നീട് പോയി. നമ്മളിവിടെ കുറച്ച് നേതാക്കൾ കൂടിയുണ്ട്. നൂർബീന റഷീദൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഭവന കൈമാറുന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്ന് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ പ്രസ്ഥാനത്തിനോടാണ്. ആ പ്രസ്ഥാനത്തിനെ സഹായിച്ച ഒരുപാട് നല്ല ഹൃദയങ്ങൾ, അവരുടെ ഒരു കഠിനമായ അധ്വാനവും മനസ്സും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതിൽ അൽഹംദുലില്ലാ ആദ്യം സർവശക്തനായ അല്ലാഹുവിനോട് സ്തുതി പറയും. ഇത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അഭിമാനകരമായിട്ടുള്ള, അതിനേക്കാളുപരി ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഞങ്ങളെല്ലാവരും വലിയ വികാരത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. ഒരു വിഭാഗം ആളുകളെ അതിജീവിപ്പിക്കുന്നതിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നിടത്തോളം വലിയൊരു കാര്യമില്ലല്ലോ. അവർക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് ഇന്ന് വേണമെങ്കിൽ അവർക്ക് കയറി താമസിക്കാം. പക്ഷെ അവരെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കയറാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാം ഉണ്ട്. ഫർണിഷിംഗ് ആണ്. അതേപോലെ തന്നെ ക്ലോക്ക്, എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബെഡ് അതാണ് നൗഫൽ പൂർണ്ണമായി സജ്ജീകരിച്ചുകൊണ്ട് തന്നെയാണ് കൈമാറുന്നത്. പിന്നെ അവർക്ക് അവരുടെ വീട്ടുകാർക്ക് ആ സൗകര്യം അനുസരിച്ച് താമസിക്കാമെന്ന് മാത്രം. വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിലും താമസിക്കാൻ കഴിയുന്ന രീതി. ഇതിൻ്റെ ചുറ്റുപാടെല്ലാം വളരെ നമുക്കറിയാം. ഈ വിവാദങ്ങൾ ഉള്ള സമയത്തൊക്കെ തന്നെ KT ജലീലൊക്കെ പറഞ്ഞാണ് ചുറ്റുവാളെല്ലാം ഒരുമിച്ചാണ് വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന രീതിയിൽ പല ആരോപണങ്ങൾ വന്നിരുന്നു. ചുറ്റുവാളൊക്കെ ക്രമീകരിച്ച ഓരോ വീടുകളും കൃത്യമായി തന്നെ വേർതിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻവശവും പുറകുവശവുമായിട്ട് അവർക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള
ഒരു ടൗൺഷിപ്പ് തന്നെയാണ്. അതിൽ ഓരോ വീടും കൃത്യമായി തന്നെ ആൾക്കാർക്ക് വളരെ അഭിമാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടെ തന്നെ താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ക്രമീകരിച്ചു. എന്തായാലും വൈകിട്ട് 4 മണിക്ക് തന്നെ പരിപാടി തുടങ്ങും. കാരണം നോയമ്പോ മറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ മരുമുൻപ് പരിപാടി എല്ലാം പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് 4 മണിക്ക് തന്നെ തുടങ്ങും. നേതാക്കളൊക്കെ 4 മണിക്ക് തന്നെ മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈയിലെ ദുരന്തബാധിതർക്കെല്ലാം ആശ്വാസമാവുകയാണ് ഈ പദ്ധതി. വിശദാംശങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.